ഈ സൈഡിൽ നിൽക്കുമായിരുന്നു. അപ്പം മറ്റേ ആന പുറകിൽ നിന്ന് ഒറ്റ കുത്ത് ആന വീണിട്ട് അവിടുന്ന് ആന ചാടി എഴുന്നേറ്റു. ആന ചെവിയെ പിടിച്ച് ആനയെ നീക്കിയിട്ട് അവിടുന്ന് പിന്നെ പുറകെ നടന്ന് ഓടിച്ചുള്ള കുത്തായിരുന്നു. കുത്തി ലാസ്റ്റ് കാട് കയറി ആന രക്ഷപ്പെടാൻ വേണ്ടി ഞങ്ങൾ കൂടെയുണ്ട്. ഞാനും എൻ്റെ രണ്ടാമനും ഉണ്ട് കൂടെ, വിഷ്ണു എന്ന് പറഞ്ഞു. ഞങ്ങൾ രണ്ടുപേരും കൂടെ അവിടുന്ന് ഞങ്ങൾ ആനയുടെ പുറകെ പോവുക. ഈ ആന ഓടിച്ചുകൊണ്ട് പോവുക, മണികണ്ഠൻ ആന ഓടിച്ചുകൊണ്ട് പോയിട്ട് ലാസ്റ്റ് ഞങ്ങളുടെ ലോറി കിടന്നിടത്ത് നമ്മൾ ആന വണ്ടിയെ കയറാൻ വേണ്ടി ചെന്നു. അവിടെ ചെന്നപ്പം ആന കുത്തി പിന്നെ ഓടിക്കുമായിരുന്നു. കോതമംഗലത്ത് ഷൂട്ടിംഗ് ലൊക്കേഷനിടെ കാട് കയറി പിന്നീട് ആകാംക്ഷയുടെ നിമിഷങ്ങൾ ആനപ്രേമികൾക്കിടയിൽ സൃഷ്ടിച്ചുകൊണ്ട് പിന്നീട് കാടിറങ്ങിയ സാധു ഇപ്പോൾ പുതുപ്പള്ളിയിലെ ജന്മനാട്ടിലെത്തിയിട്ടുണ്ട്. പാപ്പാനും മറ്റ് ആന ഉടമകളുമൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. പാപ്പാൻ പേര് മണിമല. എങ്ങനെയായിരുന്നു ഈ സംഭവം ഓർത്തെടുക്കുന്നത്? സംഭവം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ രാവിലെ ഷൂട്ടിന് പോയി, ഉച്ചവരെ ഷൂട്ട് കഴിഞ്ഞു. പിന്നെ ആനയ്ക്ക് വിശ്രമം. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ ചോറെല്ലാം കൊണ്ടു കഴിഞ്ഞ് പിന്നെ ടേക്കിന് വിളിച്ചു. അത് കഴിഞ്ഞ് ടേക്കിന് എല്ലാവരും കൂടെ പോയി നിന്ന് ഞാനും നമ്മുടെ സാധുവാനെയും തൊട്ടപ്പുറത്ത് ഈ മണികണ്ഠനാനെയും നിന്ന് ടേക്കിന് വിളിച്ചു. അന്ന് ഞങ്ങളിങ്ങനെ മാറിയാണ് നിൽക്കുന്നത്, രണ്ട് സൈഡിലായിട്ടാണ് നിൽക്കുന്നത്. 3 പിടിയാന പുറകിലാണ് നിൽക്കുന്നത്. ലാസ്റ്റ് ടേക്കിന് വിളിച്ചു. അന്നേരത്തേന് നമ്മുടെ ആന ഈ സൈഡിൽ നിൽക്കുമായിരുന്നു. അപ്പം മറ്റേ ആന പുറകിൽ നിന്ന് ഒറ്റ കുത്ത് ആന വീണിട്ട് അവിടുന്ന് ആന ചാടി എഴുന്നേറ്റു. ആന ചെവിയെ പിടിച്ച് ആനയെ നീക്കിയിട്ട് അവിടുന്ന് പിന്നെ പുറകെ നടന്ന് ഓടിച്ചുള്ള കുത്തായിരുന്നു. കുത്തി ലാസ്റ്റ് കാട് കയറി ആന രക്ഷപ്പെടാൻ വേണ്ടി ഞങ്ങൾ കൂടെയുണ്ട്. ഞാനും എൻ്റെ രണ്ടാമനും ഉണ്ട് കൂടെ, വിഷ്ണു എന്ന് പറഞ്ഞു. ഞങ്ങൾ രണ്ടുപേരും കൂടെ അവിടുന്ന് ഞങ്ങൾ ആനയുടെ പുറകെ പോവുക. ഈ ആന ഓടിച്ചുകൊണ്ട് പോവുക, മണികണ്ഠൻ ആന ഓടിച്ചുകൊണ്ട് പോയിട്ട് ലാസ്റ്റ് ഞങ്ങളുടെ ലോറി കിടന്നിടത്ത് നമ്മൾ ആന വണ്ടിയെ കയറാൻ വേണ്ടി ചെന്നു. അവിടെ ചെന്നപ്പം ആന കുത്തി പിന്നെ ഓടിക്കുമായിരുന്നു. പിന്നെ ആന നമുക്കൊരു വിശ്വാസം ഉണ്ടായി, ആന ഉള്ളി കാട്ടിൽ കയറി പോവുകയല്ല, പുറത്തെവിടെയെങ്കിലും നിൽക്കുകയുള്ളെന്ന് ഇതുണ്ട്. ഞങ്ങൾ രാത്രി ഒരു 10-12 കിലോമീറ്റർ ഉള്ളി കാട്ടിൽ കയറി, അവിടെ കണ്ടില്ല. പിന്നെ ലാസ്റ്റ് ഫോറസ്റ്റുകാർ സമ്മതിച്ചില്ല രാത്രി കാട് കയറാൻ വേണ്ടി. അപ്പം മൃഗങ്ങളെല്ലാം ഉള്ളതാണ്. ലാസ്റ്റ് ഞങ്ങൾ പോകുന്നു, അവരെല്ലാം കൂടെ പറഞ്ഞു രാവിലെ അവിടുത്തെ സാറുമാരെല്ലാം 100-200 പേരുണ്ടായിരുന്നു സാറുമാർ. അവരെല്ലാം രാവിലെ നമുക്ക് 5 മണിയാകുമ്പോൾ പോകാമെന്ന് പറഞ്ഞു. രാവിലെ 5 മണിയാകുമ്പോൾ പോയി. എന്നപ്പം പോയ വഴിക്ക് ഞങ്ങളൊരു നടപ്പാത കണ്ടു. ആ നടപ്പാത രാവിലെ അങ്ങോട്ട് ഇറങ്ങിയുള്ളൂ. എന്നപ്പം ഞങ്ങളങ്ങോട്ട് പോയി സ്വല്പം അങ്ങോട്ട് 100 മീറ്റർ മാറിയുള്ളൂ. എന്നപ്പം തന്നെ ഒരു നടപ്പാത കണ്ടു, അതിലെ വിട്ടു. എന്നപ്പം കുറച്ച് ഭാഗം ഒരു 100-200 മീറ്റർ ചെന്നപ്പോഴത്തേനെ ആന എണ്ണം കണ്ടു. നമ്മുടെ ആനയുടെ എണ്ണമാണെന്ന് നമുക്ക് മനസ്സിലായി. പിന്നെ അതിലെ തപ്പി കയറി പോയപ്പം ആന പുറത്ത് റോഡിൻ്റെ സൈഡിൽ കയറി നിൽക്കുക. ടെൻഷൻ അടിച്ചു എന്ന് വെച്ചാൽ ടെൻഷൻ അടിക്കാതിരിക്കാൻ പറ്റുമല്ലോ. അതുപോലുള്ള നമ്മുടെ ആന ഒരു കുഴപ്പമില്ലാത്ത ആനയല്ലേ. ലാസ്റ്റ് ബുദ്ധിമുട്ടിയൊന്നുമില്ല. ചെന്ന് വിളിച്ചു പറഞ്ഞാൽ ആന തിരിഞ്ഞ് കയറി പോന്നു. തിരിച്ച് ആനപ്പറമ്പിൽ എത്തിച്ചപ്പോൾ സന്തോഷമായി. ഇപ്പോഴാണ് സന്തോഷമായി. ഉള്ള സർവ്വ ദൈവങ്ങളെയും വിളിച്ച് അവിടുത്തെ നമ്മുടെ ഫോറസ്റ്റ് സാറുമാർ എല്ലാവരും നല്ല സഹകരണമായിരുന്നു. നമ്മളെ സഹകരിച്ച എല്ലാവർക്കും നന്ദി എന്ന് മാത്രമേ പറയാനുള്ളൂ. എല്ലാവർക്കും പേരെടുത്ത് ആരോടും പറയാൻ പറ്റും. അതുപോലെ ജനങ്ങളുണ്ടായിരുന്നു. എല്ലാവരും ഫോറസ്റ്റുകാരെ, അവിടുത്തെ സാറുമാരെ, വെറ്റിനറി ഡോക്ടർമാരെ എല്ലാവരും നല്ല സഹകരണമായിരുന്നു. അവർക്കെല്ലാം നന്ദി. സാധു എന്തായാലും ഇതുപോലെ ടെൻഷൻ അടിപ്പിച്ചിട്ടുണ്ടോ? ഇതുവരെ അങ്ങനെ സംഭവിച്ചിട്ടില്ല. ആദ്യമായിട്ടുള്ള ഇത് പല ഷൂട്ടിന് പോകുന്ന ഈ തമിഴ് പടം ഒരു ബന്ധുവസും ഒന്നും ഇല്ലാതെ ആന ഇതിലെ വേണമെങ്കിൽ കാട് കയറി. നമ്മൾ പറയുന്നത് നമ്മൾ ഇവിടുന്ന് കൈതപ്പാലത്തിൽ നിന്ന് വിളിച്ചാൽ ആന പുറകെ പോയി. എല്ലാവർക്കും ഇഷ്ടം. സിനിമ ഷൂട്ടിങ്ങുകൾക്കെല്ലാം ഈ ആന ഭയങ്കര കാര്യമാണ്. ആന ഉടമ സംഘടനാ പ്രതിനിധികളൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. പേരെങ്ങനെയാണ്? എങ്ങനെ ഈ സംഭവത്തെ കാണുന്നത്? അത് ബൈ ചാൻസിലുണ്ടായൊരു സംഭവം. ആന ഭയന്ന് ഓടി എന്നുള്ളതേ ഉള്ളൂ. മൃഗമല്ലേ, ഭയം വരുമല്ലോ. ഭയം വന്നപ്പോൾ ആന മൃഗം കാട്ടിലോട്ടം കയറി പോയി. ഇവരെന്നെ വിളിച്ചപ്പോൾ തന്നെ തിരിച്ചറിഞ്ഞു. ആന അന്നേരം തന്നെ മടങ്ങിപ്പോന്നു. ഷൂട്ടിങ്ങിനൊക്കെ എപ്പോഴും ആനയെ കൊടുക്കാറുള്ളതല്ലേ? ഞാൻ ഷൂട്ടിങ് മിക്കവാറും പോകുന്ന ആനകളായത് ഇതൊക്കെ അല്ലേ. എന്തായാലും പാപ്പാനടക്കമുള്ളവരെല്ലാം എല്ലാവർക്കും നന്ദി പറയുകയാണ്. വലിയ പ്രശ്നങ്ങൾ ഇല്ലാതെ ജന്മനാട്ടിൽ സാധുവിനെ തിരിച്ചെത്തിക്കാൻ കഴിഞ്ഞതിലെ സന്തോഷമാണ് അവർ പങ്കുവെക്കുന്നത്. എല്ലാവരോടും നന്ദി പറയുന്നതായി ആനപ്പാപ്പാനും പറയുന്നു. ടിബിൻ ഡൊമിനിക്കിനോടൊപ്പം പുതുപ്പള്ളിയിൽ നിന്നും ജോസി ബാബു, മീഡിയ 1.